ഓ വേഗം വാ, മഴ വരുന്നു, ഒന്ന് അനങ്ങി നടക്ക് ശരു. ഓ ഔ കാലി. നീയാണോ വള്ളി വലിച്ചു കെട്ടിയത്? അതെ അതെ. ഹൗ എൻ്റെ പല്ല് പറിച്ചല്ലോ. പല്ലോ നിന്നെ ഞാൻ പുല്ല് പറിച്ചെന്നാണോ ഉദ്ദേശിച്ചത്? താങ്ക് യു ചേട്ടാ, വേദനയുള്ള പല പറിച്ചെടുത്തത്. പല്ലിൽ കെട്ടിയ വള്ളി വലിക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുകയായിരുന്നു ഞാൻ. അതൊക്കെ എനിക്കറിയാമല്ലോ, അതൊക്കെ എനിക്കറിയില്ലേ. നിന്റെ ഈ നിൽപ്പൊക്കെ നോക്കി ഞാനിവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് ഒരുമിച്ച് ഓടി വരുന്നതിന് മുമ്പാണോ താൻ ഒളിച്ചു നിന്നത്? പക്ഷെ മിണ്ടാതിരിയടോ. സത്യത്തിൽ പല്ല് പറിക്കുന്ന കാര്യത്തിൽ ഞാനൊരു വിദഗ്ധനാ. ഓ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. തന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, മനസ്സിലായോ? ഇതിന് ഫീസായി ഞാൻ ചേട്ടൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? അയ്യടാ. ഈ വിവരം എല്ലാവരോടും പറയണം കേട്ടോ. ഓഹോ, അതെന്തൊരു സൂത്ര. ഇനി പല്ല് പറിക്കാൻ പലരും വരും, ഫീസായി പലതും തരും. നമുക്ക് ഈ പല്ല് പറിക്കൽ പരിപാടി സ്ഥിരം പരിപാടിയാക്കാം. പല്ല് പറിക്കാൻ ഇതുപോലെ പല പല വിദ്യകൾ നമുക്ക് പരീക്ഷിക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പല്ലും ചെയ്ത് ഇതുപോലെ പറിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. പിന്നെന്താ, നാലാളുടെ മുന്നിൽ വെച്ച് തന്നെ പല്ല് പറിക്കാം. എന്താ, ആൾക്കാരറിയട്ടെ എന്നേ. പല്ലു പറിക്കാൻ പുത്തൻ വിദ്യകൾ സൂത്രൻ കുറുക്കൻ അവതരിപ്പിക്കുന്നു. പ്രദർശനം ഇന്ന് വൈകുന്നേരം ജലദോഷിക്കുന്നിൽ. ഫീസിന്റെ കാര്യം നമുക്ക് അടുത്ത പരസ്യത്തിൽ എല്ലാവരെയും അറിയിക്കാം. എന്തോന്ന് വിഷപ്പല്ല് പറിക്കുമെന്നോ? തനിക്ക് എവിടെ വിഷപ്പല്ല്? എൻ്റെ എല്ലാം അയൽപക്കത്തെ മൂർഖൻ്റെയാ. നേരം കുറേ ആയി, പരിപാടി തുടങ്ങ. ശരി, തൻ്റെ ഫ്രണ്ട് എത്തിയില്ലേ? ഇപ്പോൾ വിളിക്കാം. ഈ കട്ടുറുമ്പ മുകളിലത്തെ വരിയിലെ ഇടത്തു നിന്നും 12ാമത്തെ പല ഊന്നി നിൽക്കുന്നത്. പരിപാടി തുടങ്ങിയോടോ.